പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ വിചിന്തനത്തിനായി സഭ നമ്മൾക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. വേറൊരു ഉപമ അവൻ അവരോട് പറഞ്ഞു. സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം. അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ്. എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റ് ചെടികളെക്കാൾ വലുതായി ആകാശപ്പറവകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു. മറ്റൊരു ഉപമ അവൻ അവരോട് അരുളി ചെയ്തു. 3 ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിപ്പിന് സദൃശ്യമാണ് സ്വർഗരാജ്യം. ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുളി ചെയ്തത്. ഉപമകളിലൂടെ അല്ലാതെ അവൻ ഒന്നും അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഉപമകൾ കൊണ്ട് സമൃദ്ധമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ വിതക്കാരൻ്റെ ഉപമയും അതിൻ്റെ വിശദീകരണവും വായിക്കുന്നുണ്ട്. വിത്തുകളുടെയും കളകളുടെയും ഉപമ ഇതേ അധ്യായത്തിലുണ്ട്. കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമ നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടു. തുടർന്ന് നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമ യേശു വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ യേശു ജനക്കൂട്ടത്തോട് പറയുകയാണ്. ഈ ഉപമകളുടെ പൊരുൾ പലപ്പോഴും യേശു ശിഷ്യന്മാർക്ക് തുടർന്ന് വിശദീകരിച്ച് നൽകുന്നുമുണ്ട്. ഇതേ സുവിശേഷ ഭാഗത്ത് നമ്മൾ വായിച്ചു. 13-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, ഞാൻ ഉപമകൾ വഴി സംസാരിക്കും. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കും എന്ന പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ സംസാരിച്ചത് എന്ന്. വിശുദ്ധ സുവിശേഷം യേശുവിൻ്റെ ഉപമകൾ കൊണ്ട് സമൃദ്ധമാണ്. ഇതൊക്കെയും ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ വിവിധ രഹസ്യങ്ങൾ അതിൻ്റെ ആഴങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഉപമകളുമാണ്. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടതുപോലെ, ഞാൻ ഉപമകൾ വഴി സംസാരിക്കും, ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവൻ ഞാൻ പ്രസ്താവിക്കും എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ സുവിശേഷം നമ്മോട് പറയുന്നു, യേശു ഉപമകൾ വഴി സംസാരിക്കുന്നത് അത് പ്രവാചകൻ പറഞ്ഞത് പൂർത്തിയാകുന്നതിന് വേണ്ടിയാണ് എന്ന്. സങ്കീർത്തനം 78:2 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ ഒരു ഉപമ പറയാം, പുരാതന ചരിത്രത്തിൻ്റെ പൊരുൾ ഞാൻ വ്യക്തമാക്കാം. തുടർന്ന് ആ 78-ാമത്തെ സങ്കീർത്തനം മുഴുവൻ ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള സാന്നിധ്യത്തെ സംബന്ധിച്ച്, ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. പ്രത്യേകിച്ചും ഈജിപ്തിൽ നിന്ന് അവരെ വിടുവിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ, ഈജിപ്തിൽ നടന്ന അത്ഭുത പ്രവർത്തനങ്ങൾ, അവർ ചെങ്കടൽ കടന്നത്, അവർക്ക് മന്നായും കാടപ്പക്ഷിയും നൽകപ്പെട്ടത്, പാറയിൽ നിന്ന് അവർക്ക് ജലം നൽകിയത്, അഗ്നിത്തൂണും മേഘസ്തംഭവുമായി കർത്താവ് അവരോട് ഒപ്പം യാത്ര ചെയ്തത്,
സമാഗമന കൂടാരത്തിൽ ആ ജനത്തിന് മധ്യേ അവരുടെ ദൈവം കൂടാരമടിക്കുന്നത്. ഒടുവിൽ ജെറുസലേം ദൈവാലയത്തിൽ അതിൻ്റെ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്ത് അവിടുന്ന് സന്നിഹിതനായി അവരുടെ മധ്യേ വസിക്കുന്നത്. ഇങ്ങനെ ദൈവജനത്തിനിടയിലെ ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള സാന്നിധ്യവും രക്ഷാകരമായിട്ടുള്ള ഇടപെടലുമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങൾ നമ്മളോട് പറയുന്നത്. ഇവിടെ യേശു ഉപമകൾ വഴി സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളുടെ രക്ഷാകരമായിട്ടുള്ള ഈ ദൈവിക ഇടപെടലുകളുടെ ദൈവിക സാന്നിധ്യത്തിൻ്റെ പൊരുളെന്ത് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് ജനക്കൂട്ടത്തോട് പറയുകയും വിശദീകരിക്കുകയുമാണ് ചെയ്യുന്നത്. അതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത് തന്നെ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗരാജ്യം സമീപസ്ഥമായിരിക്കുന്നു. ഇതാ ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള വിധത്തിൽ, വളരെ സവിശേഷമായിട്ടുള്ള രീതിയിൽ ഉപമകൾ വഴി നിങ്ങളോട് പറയപ്പെട്ടതൊക്കെ അതിൻ്റെ പൊരുൾ വെളിപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ സമ്പൂർണതയിൽ ഇതാ നിങ്ങളുടെ മധ്യത്തിൽ സന്നിഹിതമായിരിക്കുന്നു എന്നാണ് യേശു അവരോട് പറയുന്നത്. അപ്പോൾ ഈ വിശുദ്ധ സുവിശേഷം എന്ന് പറയുന്നത് യേശുവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. ഈ ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം, രക്ഷാകരമായിട്ടുള്ള സാമീപ്യം എന്ന് പറയുന്നത് യേശുവിലൂടെ സവിശേഷമായ വിധത്തിൽ പുതിയ നിയമത്തിൽ നൽകപ്പെട്ട രക്ഷയുടെ സുവിശേഷത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ സുവിശേഷം അത് യേശു ജനക്കൂട്ടത്തോടെ പ്രഘോഷിക്കുകയും തൻ്റെ ശിഷ്യന്മാരോട് അതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അവരുടെ മനസ്സിലുള്ള ദൈവത്തിൻ്റെ രക്ഷാകരമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ചും യേശു ഇവിടെയുള്ള ഈ ഉപമകളുടെ കൂട്ടത്തിൽ വിശദീകരിക്കുന്നുണ്ട്. വിളയുടെയും കളയുടെയും ഉപമയെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ അന്ന് നിലനിന്നിരുന്ന ദൈവത്തിൻ്റെ വളരെ പെട്ടെന്നുള്ള ഒരു ഇടപെടലിനെ സംബന്ധിച്ച സൂചന യേശു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവം രക്ഷാകരമായി ഇടപെടുകയും ഈ ഭൂമിയിലുള്ള എല്ലാ ദുഷ്ടന്മാരെയും നീക്കം ചെയ്യുകയും തൻ്റെ ജനത്തെ രക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷാകരമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു രക്ഷാകരമായ ഇടപെടൽ എന്ന് പറയുന്നത് അത് വളരെ പെട്ടെന്ന് ചരിത്രത്തിൽ സംഭവിക്കുന്നതും അവരുടെ കൺമുമ്പിൽ അനേകരെ നശിപ്പിക്കുന്നതും കുറേ പേരെ വീണ്ടെടുക്കുന്നതുമായ ഒന്നല്ല. അത് കളയും വിളയും ഒരുമിച്ച് വളരുന്നതും യുഗാന്ത്യം വരെ അങ്ങനെ വളരാൻ ദൈവം അനുവദിക്കുന്നതുമായ ഒരു ക്രമമാണ്. അപ്പോൾ യുഗാന്ത്യം വരെയും അതിനെ കാത്തിരിക്കണം. യുഗാന്ത്യത്തിൽ മാത്രമാണ് ഈ കളകളെ നശിപ്പിക്കുകയും നല്ലതിനെ ശേഖരിക്കുകയും ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് ദൈവം ഇടപെടുന്നത്, ആ രീതിയിൽ ദൈവം ഇടപെടുന്നത്, യേശു വിധിയാളനായിട്ട് നമ്മളുടെ മധ്യേ സന്നിഹിതനാവുന്നത്. അപ്പോൾ അതുവരെയുള്ള ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തെ സംബന്ധിക്കുന്ന ആ രഹസ്യമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഇവിടെ മത്തായി ശ്ലീഹ ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ഈ ദൈവരാജ്യത്തിൻ്റെ സാമീപ്യം എങ്ങനെയായിരിക്കും? അതൊരു വലിയ സംഭവം എന്നതിനേക്കാൾ അതൊരു സാന്നിധ്യമായിരിക്കും. അത് വളരെ ചെറുതായിരിക്കും. അത് കടുകുമണി പോലെ ആയിരിക്കും. വിത്തുകളുടെ കൂട്ടത്തിൽ അത് ഏറ്റവും ചെറുതായിരിക്കും. എന്നാൽ അത് വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അത് മുളച്ച് വളരുകയും അത് ചെടികളുടെ കൂട്ടത്തിൽ, ഔഷധികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒരു ചെടിയായി വളർന്നു വരികയും അനേകം പക്ഷികൾക്ക്, പറവകൾക്ക്, ആകാശത്തിലെ പറവകൾക്ക് അതിൽ വന്ന് കൂടുകൂട്ടാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ചിത്രമാണ്. അതൊരു ഓക്കുമരം പോലെ നിൽക്കുമെന്നല്ല, അതൊരു തേക്കുമരം പോലെ ആയിരിക്കുമെന്നല്ല, അതൊരു ആഞ്ഞിലി പോലെ ഏറ്റവും വലിയ വൃക്ഷമായിരിക്കുമെന്നല്ല, അതൊരു കടുകുമണിയുടെ ആ ചെടിയോളം വലുതായിട്ട് നിൽക്കും. ഇന്നൊരു പക്ഷേ ലോകത്തിൻ്റെ വലിയ ഈ ഒരു ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് നമ്മളോട് തന്നെ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്താണ് ഇന്ന് സുവിശേഷത്തിൻ്റെ പ്രസക്തി?
എന്താണ് ഇന്ന് യേശുവിൻ്റെ സുവിശേഷത്തിന് ഈ ലോകത്തിലുള്ള സ്ഥാനം? മറ്റു പല പ്രസ്ഥാനങ്ങളും അതിനേക്കാൾ ശക്തമായി നിൽക്കുന്നു. ലോകത്തിൻ്റെ മുൻപിൽ മറ്റു പലതും ഓക്കുമരം പോലെ അതിശക്തമായിട്ട് പ്രബലമായിട്ട് കാണപ്പെടുന്നു. എന്നാൽ ഇവിടെ ഇതാ ഒരു കടുകുമണി പോലെ ഒരു സാന്നിധ്യം നിലനിൽക്കുന്നു. ഈ കടുകുമണിയുടെ സാന്നിധ്യത്തിലൂടെ എന്താണ് നമ്മളോട് കർത്താവ് പറയുന്നത്? ഇത് ജീവൻ നൽകുന്ന സാന്നിധ്യമാണ്, അനേകരെ ആകർഷിക്കുന്ന സാന്നിധ്യമാണ്, ഇത് രക്ഷയുടെ സുവിശേഷമാണ്, അത് മുളച്ച് വളരുന്നതും ജീവൻ സമൃദ്ധമായിട്ട് കൊടുക്കുന്നതുമായ സുവിശേഷമാണ്. അപ്പോൾ അതിനെ നമ്മൾ കടുകുമണി പോലെ, വിതയ്ക്കപ്പെട്ട കടുകുമണി പോലെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ആന്തരികമായ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ കാര്യങ്ങളിൽ, ചെറിയ വിധത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സുവിശേഷം പ്രഘോഷിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നാണ് സുവിശേഷം നമ്മളോട് പറയുന്നത്. ശ്ലീഹന്മാർ അതാണ് ചെയ്തത്. സഭ ഇന്ന് അതാണ് ലോകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. സുവിശേഷത്തിന് എന്ത് ശക്തിയാണുള്ളത് എന്ന് അത്ഭുതപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇത് നമ്മൾക്ക് മറച്ചു വെക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ പുളിമാവിൻ്റെ ഉപമയിൽ യേശു വിശദീകരിക്കുന്നത്. അത് മറഞ്ഞിരിക്കുന്നതാണ്. അത് 3 ഇടങ്ങഴി മാവിൽ ചേർത്ത് വെച്ച പുളിമാവ് പോലെയാണ്. അത് ആന്തരികമായിട്ട് പരിവർത്തനം ഉണ്ടാക്കുന്നതാണ്, വ്യക്തികളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്നതാണ്, വ്യക്തിയുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയ്ക്കുന്നതാണ്, സമൂഹത്തിൽ ആന്തരികമായ ആ സാന്നിധ്യത്തിലൂടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്, രക്ഷയുടെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ്. ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന ഈ ഒരു രഹസ്യമാണ് സുവിശേഷം. അത് ഭൗതികമായിട്ടുള്ള ഒരു സ്ഥാപനമല്ല, അത് ഭൗതികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്നതിനേക്കാൾ അത് ആത്മീയമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യവും ഒരു സാന്നിധ്യവുമാണ്. അത് വ്യക്തികളെ മാറ്റുന്നതും മാനസാന്തരപ്പെടുത്തുന്നതും രക്ഷയുടെ അനുഭവത്തിലേക്ക് വ്യക്തികളെയും സമൂഹങ്ങളെയും ലോകത്തെയും നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നതുമായ ദൈവികമായിട്ടുള്ള സാന്നിധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സുവിശേഷം നമ്മോട് പറയുന്നത് എന്താണ്? നമ്മൾ ഈ സ്വർഗരാജ്യത്തെ സംബന്ധിച്ച് നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം എന്നാണ്. മറഞ്ഞിരിക്കുമ്പോഴും അത് സന്നിഹിതമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ഉറപ്പുണ്ടായിരിക്കണം, ബോധ്യമുണ്ടായിരിക്കണം. ഏറ്റവും ചെറുതായിരിക്കുമ്പോഴും അത് പ്രവർത്തന നിരതമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾക്ക് ബോധ്യമുണ്ടായിരിക്കണം, വിശ്വാസമുണ്ടായിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് ഇന്നത്തെ ലോകത്തിൽ പ്രസക്തിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ലോകത്തെ, ആ ലോകത്തിൻ്റെ നന്മകളെ നിലനിർത്തുന്നതിന്, അതിനെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന് സുവിശേഷത്തിന് മാത്രമേ സാധിക്കൂ എന്നുള്ളതാണ് സത്യമായിട്ടുള്ള കാര്യമെന്ന് നമ്മൾ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഞെരുക്കപ്പെട്ടേക്കാം, ഒരുപക്ഷെ നമ്മൾക്ക് ഞെരുക്കങ്ങളിലൂടെ, സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അവിടെയൊക്കെ വിശുദ്ധ പൗലോസിനെ പോലെ റോമാലേഖനം 8-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന മഹത്വവുമായി തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ഈ പ്രത്യാശയിലാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം, ക്രിസ്തുവിൽ ആരംഭം കുറിച്ചതിനെ ദൈവം പൂർണ്ണമാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചെറുതായിരിക്കുന്നതിൽ ഭഗ്നാശരാകേണ്ടതില്ല, നിസ്സാരമെന്ന് കരുതപ്പെടുന്നതിൽ നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ആയിരിക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് സഭയുടേതായ ചൈതന്യത്തോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുവാൻ, ശിഷ്യന്മാരെ പോലെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും പോകുവാൻ, എവിടെയാണോ അവിടെ ഒരുപക്ഷെ ദുർബലമെന്ന് തോന്നുന്ന ഒരു കടുക് ചെടി പോലെയാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും അതിലെ ദൈവികമായിട്ടുള്ള പദ്ധതിയെ, ചൈതന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ സുവിശേഷ ദൗത്യം തുടരുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരുടെയും മേലുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.